ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പക്കി ബിരിയാണി സ്റ്റൈലിലാണ് ഈ ഒരു വീഡിയോയിൽ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൈദരാബാദി ബിരിയാണിനെ മറ്റ് ബിരിയാണികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതിലെ ചില സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും ഇതുണ്ടാക്കുന്ന രീതിയിലുള്ള വ്യത്യാസവുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഹോം മെയ്ഡ് ഹൈദരാബാദി ബിരിയാണി മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ സാജീരകം, 1 ടീസ്പൂൺ ചെറുജീരകം, 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, 2 ബേ ലീഫ്, 5-6 കറയാമ്പൂ, 2 കഷ്ണം കറുകപ്പട്ട, 2 തക്കോലം, 10-12 ഏലക്ക, ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കാർഡമം, 1 കഷ്ണം ജാതിക്ക, ഇത്രയും ഇട്ട് 2 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ മിക്സി ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2.5 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനൊപ്പം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ബിരിയാണി മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും, 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 സവാള നീളത്തിലരിഞ്ഞ് വറുത്തെടുത്തതും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് മിക്സിയിൽ അരച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. ഓരോ പിടി വീതം മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും, 1 ചെറുനാരങ്ങയുടെ നീരും, 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും നെയ്യും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര് അഥവാ യോഗർട്ട് 1 കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു ബിരിയാണിയിൽ തക്കാളി ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇത് ബിരിയാണി ദം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ബൗളിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഏകദേശം 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ബിരിയാണിക്കുള്ള റൈസ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, കറയാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം, സാജീരകം, ബേ ലീഫ്, തക്കോലം, ഇത്രയും സ്പൈസസ് ആണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും 1/2 നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്ന 1 കിലോയോളം ബസ്മതി അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അരി ഒരു 70% വെന്ത് കഴിയുമ്പോൾ ചോറ് ഊറ്റി ഈ ചിക്കൻ്റെ മേളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. 2 ലെയറായിട്ടാണ് ഇവിടെ ഞാൻ ചോറ് ഇട്ട് കൊടുത്തത്. ആദ്യത്തെ ലെയർ ചോറിട്ട ശേഷം ഞാനിവിടെ 1/2 കപ്പോളം പാല്, കുറച്ച് കുങ്കുമപ്പൂവും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിതിലേക്ക് അവിടെ ഇവിടെയായിട്ടൊന്ന് തളിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും പൊരിച്ച സവാളയും ഒന്ന് വെതറി കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് മഞ്ഞൾപ്പൊടിയും കുങ്കുമപ്പൂവും ഇട്ട് തിളപ്പിച്ച പാലൊഴിച്ചു കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും പൊരിച്ച സവാളയും കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് 15 മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.